ഈ കാലഘട്ടത്തിലും ദൈവ ആലയത്തിൻ്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാതെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവർ ദൈവാലയത്തെ മലിനമാക്കുകയാണ്. പ്രധാന പുരോഹിതനായ ക്രിസ്തു പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ തന്നെ ജീവൻ വിലയായി നൽകിക്കൊണ്ട് ലോകത്തെ മുഴുവൻ രക്ഷിക്കുകയായിരുന്നു. 46 വർഷമെടുത്ത് നിർമ്മിച്ച ദേവാലയം എന്ന ചിന്തയ്ക്കുമപ്പുറം യേശു തൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചും സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ യഥാർത്ഥ വാസസ്ഥലം ഒരു ഭൗതിക കെട്ടിടമല്ല, മറിച്ച് യേശു തന്നെയാണ്. അതായത് അവിടുന്ന് ദൈവവും ദൈവ ആലയവുമാണ്. ഭൂമിയിലെ യേശുവിൻ്റെ ജീവനുള്ള ശരീരമായ സഭയാണെന്നും ഇത് വ്യക്തമാക്കുകയാണ്. നാം ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും നിരന്തരമായ ആത്മീയ നവീകരണത്തിലൂടെ പാപത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജീവനുള്ള ആലയമാകാനുള്ള ആഹ്വാനമാണിത്. ഈ ആഹ്വാനം സ്വീകരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പ്രത്യാശയുടെ കരുണയുടെ വാക്കുകൾ ദൈവം നൽകുകയാണ്. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല.